പറ. ആ മോനെ, നീ പുറത്താണോ ഉള്ളത്? എടാ പരദേശി, ഞാൻ പുറത്തു വന്നതിന് ശേഷം എന്റെ കടയിൽ വന്നിരിക്കുകയാണോ? എന്നോടാണോ നിന്റെ കളി? ആവശ്യമില്ലാതെ ടെൻഷൻ ആകാതെ. ഇതാ നോക്ക്, ഞാൻ വരുന്നവരെ അവൻ പോകരുത്. അവനെ വെറുതെ വിടരുത്. എങ്ങനെയില്ല പണം കളക്ട് ചെയ്യണം. ചേട്ടാ, ഇയാള് 4 മാസത്തെ പലിശ മാത്രമേ തരാനുള്ളെന്നാ ഇപ്പൊ എന്നോട് പറയുന്നത്. അവനെന്താ എന്നോട് കളിക്കുകയാണോ? ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. ചേട്ടാ ദേഷ്യപ്പെടല്ലേ? ഞാനിപ്പോ അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ വാ, ഇയാളെ പിടിച്ചു വെച്ചേക്കാം. അവനെ പിടിച്ചു വെച്ചേക്ക്. ശുഭയില്ലേ അവിടെ? ഞാനിപ്പോ 9 മാസമായിട്ട് പണമൊന്നും തരുന്നില്ല. വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ശരി ചേട്ടാ. ഇന്ന് അവന്റെ അടുത്തുനിന്ന് പണം വാങ്ങാതെ ഞാൻ വിടില്ല. ഞാൻ വരുന്നവരെ അവനെ പിടിച്ചു വെച്ചേക്ക്. ഞാൻ വേഗം തന്നെ അങ്ങോട്ട് വന്നേക്കാം. ശരി ചേട്ടാ. എല്ലാവരും അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. സുബോ, ഏയ് സുബോ, സുബോ, വിളിച്ചിട്ട് ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. എടാ എവിടാടാ? എടാ മര്യാദയ്ക്ക് കഥ തുറക്കാൻ. തുറക്കടാ. എടാ കഥ തുറക്കാൻ. എന്റെ ദൈവമേ, ഇതാരാണ്? നിന്റെ ചേച്ചി എന്തിയെ? എന്താടി നോക്കുന്നേ? ഇവളെ കാണാൻ കുറച്ച് വിചിത്രമായിട്ടുണ്ടല്ലോ. എടി പറയുന്ന കേക്ക്. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ഇവളെന്താ സംസാരിക്കുന്ന? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഇതല്ല എന്റെ കാശ് വാങ്ങിച്ചാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. ഏയ് സുവോ, എടാ പരദേശി, എവിടാടാ പോയത്? ഇന്ന് എന്റെ മുതല് കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം പലിശയായിട്ട് ഇവളെ ഇങ്ങെടുക്കുക. പലിശ നിന്റെ അടുത്തുനിന്ന് എടുക്കാൻ പോവാ. ജോയ്, ജോയ്, എന്തു പറ്റി? ജോയ്, ജോയ് എവിടെ? അവൾ അവിടെ ഉറങ്ങുമല്ലേ? അവൾക്ക് എന്തോ പറ്റി? എന്തു പറ്റാൻ? ജോയ്, ജോയ്, ഏയ് ജോയ്, നീ എന്തോ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നത്. അവക്കൊരു കുഴപ്പമില്ലടി. തീർച്ചയായിട്ടും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.